ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് നുണക്കുഴി എന്ന സിനിമയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. സോ അങ്കമാലി റെഡ് കാർപ്പറ്റിലാണ് ഞാനിന്ന് ഈ ഒരു സിനിമ കണ്ടത്. ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. ബേസിൽ ജോസഫ് എന്നാൽ ഇപ്പോൾ ഒരു മികച്ച എന്താ പറയുക, നമുക്കൊരു പൈസയ്ക്ക് വർത്തായിട്ട് നമുക്കൊരു സിനിമ കാണാൻ പറ്റിയ ഒരു ആക്ടർ എന്നുള്ള ഒരു തോട്ടാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് ജിത്തു ജോസഫിൻ്റെ സംവിധാനം, അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയായപ്പോൾ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു എന്നത് സത്യമാണ്. സിനിമയെക്കുറിച്ച് ഞാൻ വരാം. അതിനു മുമ്പ് കാസ്റ്റ് പറയാം. കാസ്റ്റ് മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫ് തന്നെയാണ്. ബേസിൽ ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥിരം കോമഡി ലെവൽ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഗ്രേസ് ആൻ്റണിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖ് ഈസ് എക്സലൻറ്റ്. സിദ്ദിഖ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാപ്ചർ എന്ന് പറയുന്നത് മെയിനായിട്ട് ബൈജു സന്തോഷ് തന്നെയാണ്. അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രേമലു സിനിമയിലെ JK, അദ്ദേഹം ശരിക്കും ഒരു വളരെ ചെറിയ റോൾ, ഇത്രയും ചെറിയ റോൾ എന്തിനാണത് എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹം എടുത്തിട്ടുണ്ട്. സ്വാസ്തിക ഉണ്ട്, മനോജ് കെ ജയൻ ഉണ്ട്. ഇങ്ങനെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ലൈനപ്പ് ആണെങ്കിൽ പോലും സ്റ്റോറി സിനിമയുടെ റേറ്റിംഗ് എന്നോട് ചോദിച്ചാൽ 4/10. ചളി കോമഡികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പോയി കാണുക. അതല്ലെന്നുണ്ടെങ്കിൽ കഥയ്ക്ക് കാര്യമായ ഒരു റോളും അവിടെ ഇല്ല. ഒരു വലിയ ബിസിനസ്മാൻ, ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു ബിസിനസ് പൊസിഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ചൈൽഡിഷ്നെസ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻകം ടാക്സ് റൈഡിനോട് റിയാക്ട് ചെയ്യുന്നതും, അത് കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. കാര്യം ബിസിനസ് അല്ലേ, അവർക്കും ലാഭം കിട്ടണമല്ലോ. പക്ഷേ ഗൈസ്, നിരാശപ്പെടുത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം തിരക്കഥ നമ്മുടെ ഒരു വെട്ടം മോഡൽ മൊത്തത്തിൽ അങ്ങോട്ട് ചളിപൊളി എന്നുള്ളൊരു രീതിയിലേക്ക് ആക്കി കളഞ്ഞു. നമുക്കൊരു കാമ്പില്ല കഥയ്ക്കൊരു റിയലിസ്റ്റിക് ഇതായിട്ട് നമുക്ക് തോന്നിയില്ല. ബേസിൽ ജോസഫ് ഈ സിനിമയിൽ കുറച്ച് നിരാശപ്പെടുത്തി. അടുത്ത സിനിമയിൽ വീണ്ടും ഉയർന്നു വരിക. ജിത്തു സർ കോമഡി ജേണറിലേക്ക് മാറിയതെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു നിലവാരം താങ്കൾ എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നു. കാര്യം താങ്കൾ തന്നെ ഉയരത്തിൽ സെറ്റ് ചെയ്ത ബാറിനടുത്തേക്ക് താങ്കൾ എത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുമല്ലോ. ഉസൈൻ ബോൾട്ട് ഓടുമ്പോൾ ആരും ഒരു 12 സെക്കൻഡിൽ 100 മീറ്റർ ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിക്കില്ലല്ലോ. ദർ ഇസ് എ സ്റ്റാൻഡേർഡ്, അതിന് മാച്ച് ചെയ്യൂ. ഇത്രയും മാത്രമേ ഉള്ളൂ. തീർന്നു ഗൈസ്. നിങ്ങൾ പോയി എല്ലാവരും കാണുക, സിനിമ വിജയിപ്പിക്കുക. പക്ഷേ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ അത്ര പോരാ. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.